അല്ല, ഇതാര്? ചെമ്പരുന്തോ? എന്റെ കണ്ണ് നിറയണോ ചെമ്പരുന്ത്? 10 വർഷമായില്ലേ നിന്നെ കണ്ണ് നിറയൊന്ന് കണ്ടിട്ട്. തമ്പ്രാന് സുഖല്ലേ? നീ ഇല്ല വെച്ചാലും നിന്റെ പേര് പറഞ്ഞാൽ ഈ കിടുകിടാന്നെ വിറയ്ക്കും. നീ എന്റെ ആളാന്ന് പറയുന്നോണ്ട് എനിക്ക് സുഖം തന്നെയാണ്. ആളെ മനസ്സിലായോ? ഒന്നുകൂടെ തൊഴുതോളൂ. തന്റെ 4 ഇരട്ടിയുള്ള കൊമ്പമീശക്കാരൻ ഇൻസ്പെക്ടറെ ഒറ്റ കുത്തിനാ മലർത്തിയത്. എന്തൊരു ശേലായിരുന്നു കാണാൻ. നല്ല ഒന്നാന്തരം ശിവകാശിപ്പൂക്കുറ്റി കത്തിച്ച മാതിരിയല്ലേ ചോരെങ്ങനെ ചക ചക ചകാന്ന് ചാടിയത്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീ എന്ത് കുസൃതി കാണിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് ഇങ്ങോട്ട് പറഞ്ഞിട്ട് ചെയ്തോളൂ. ഇന്നലത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അല്ല, ആളെ കാണണമെന്ന് പറഞ്ഞു. കണ്ടുല്ലോ, എന്നാ പോയിക്കോളൂ. ഞാനും ഇറങ്ങും. അല്ല പിന്നെ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. വിവരം അശേഷമില്ലാത്തൊരു വിഡ്ഢി നമ്മുടെ തുറയിൽ തോണി ഇറക്കി വിളയാടുണ്ട്. അവന്റെ ലീലാവിലാസം ഒന്ന് നിർത്തണം. ആരാണ്? ഒരു മായൻകുട്ടി എന്ന് പറയണ എരണം കെട്ടൊരു പിശാച്. നീ എന്റെ മോളല്ലേ കാത്തു? മോള് കാലത്ത് ചായ കുടിച്ചോ? ഒന്നുകൂടെ കുടിച്ചാലോ? എന്നാ വാ. എനിക്കും എന്റെ മോക്കും ഓരോ ചായ എടുക്ക്. ഓ, ഇപ്പം തന്നേക്കാം. കഴിച്ചോ മോളെ? അപ്പം വാങ്ങിച്ചിരുന്നല്ലേ? ഒരു വടയും കൂടെ തിന്നുന്നോ? വേണ്ട, എനിക്ക് പോണം. ഇത് അപ്പം നിനക്ക് കൊണ്ടുവന്നതാ. ആരാടാ മായൻ? എന്താണ് പേര്? എന്താണ് നോക്കി? എത്ര കള്ളിയുണ്ട്? 2. എന്ത് വില പറ? ഒറ്റ വിലയേ ഉള്ളു, 600. കള്ളിക്ക് 200 വെച്ച് കൊടുക്കണം. ഇല്ലാന്ന് പറഞ്ഞാൽ ഈ തുറയിൽ അന്തപ്പം മാത്രമുള്ള മീൻ വാങ്ങാനെ കൊണ്ട്. നിങ്ങൾ ഒരു 50 രൂപ കൂട്ടി ഒരു 500 രൂപയ്ക്ക് കച്ചവടം ഉറപ്പിക്കും. ഉറപ്പിക്കും. പെണ്ണുങ്ങളെ മീനൊക്കെ ചാപ്പയിലോട്ട് പോട്ടെ. ചെമ്പരുന്തിന്റെ തുറയിൽ കണ്ട എരപ്പാളികൾ കയറി നിരങ്ങണത് ചെമ്പരുന്തിന് പിടിക്കൂല. തുറ ആരുടെയാന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഒന്ന് എഴുതി വെക്ക്. ഈ തോണിയിൽ വരണ മീന് ഈ തുറയിൽ ആരും വാങ്ങാൻ പാടില്ല. തോണി കിടന്ന് ചീഞ്ഞ് നാറുള്ളൂ. ആര് കേട്ടടാ കൊട്ടയില്? ഇവിടെ മാത്രമല്ല, കടലോകത്തെല്ലാം തുറയുമാണ്. പിടിക്കാൻ അറിയാമെങ്കിൽ പിടിച്ചവൻ വിൽക്കാനും ഞമ്മക്കറിയാം. വരിയടാ.
ഇല്ല. എന്താ ഇത് കോടിയൊക്കെ എടുത്ത് നല്ല ചേലായിട്ടുണ്ടല്ലോ. അപ്പം വാങ്ങി തന്നതാ. അബ്ദുക്ക് പറഞ്ഞ മൂപ്പരെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. ഇത്രയും ഭയങ്കരനായ ഒരാളെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല. എനിക്ക് കണ്ടാ പേടിയാ. കാത്തൂനെ നോവിക്കാൻ പറഞ്ഞല്ല കേട്ടോ. അപ്പനായി പോയില്ലേ, സഹിച്ചല്ലേ പറ്റൂ എനിക്ക്. എങ്കിലും എന്നെ ഇഷ്ടമാ, അതുകൊണ്ടല്ലേ ഇതെല്ലാം വാങ്ങിട്ട് വരുന്നത്. ഒന്നു നോക്കിയ കുട്ടി ഭാഗ്യവതിയാണ്. സ്വന്തം എന്ന് പറയാൻ അപ്പനും ഉപ്പുപ്പായൊക്കെ ഉണ്ടല്ലോ. എനിക്ക് മാത്രം ആരുമില്ല. ഉണ്ട്, ചന്തുവിന്റെ കാത്തു.